ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ഉള്ളിൽ നമ്മുടെ സ്ക്വിഡ് ഗെയിമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ലക്കി വീൽ ഇവൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് കാണാൻ പറ്റിയ 2 മാസ്ക്കാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് ഒരു ലക്ക് ഉണ്ടെങ്കിൽ 9 ഡയമണ്ട് ഇത് ഫ്രീ ആയിട്ട് സ്പിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഫ്രീ ആയിട്ട് സ്പിന്നിൽ ഞെക്കാണെങ്കിൽ നമുക്ക് 9 ഡയമണ്ടിൻ്റെ അടുത്താണ് നിൽക്കുകയാണെങ്കിൽ നമുക്ക് 9 ഡയമണ്ടിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 99 ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ഏത് ലക്കാണ് കിട്ടുന്നത് ആ ലക്കിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഫസ്റ്റ് തന്നെ. അപ്പോൾ കാണാൻ പറ്റും ബണ്ടിൽസ് ഉണ്ട്, ഇമോട്ട്സ് ഉണ്ട്, പിന്നെ ബ്ലൂ വാൾട്ടർ സ്കിന്നെ കാണാൻ പറ്റും, പിന്നെ നെയിം ചേഞ്ച് കാർഡൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ലക്കി വീൽ ഇവൻ്റ് ആണ്. ഗ്ലൂ വാൾട്ടർ സ്കിന്നൊക്കെ കോപ്പി ആയിട്ട് നമ്മുടെ ഈ ഒരു പൂച്ചയുടെ ടീമിൽ നിൽക്കുന്ന ഗ്ലൂ വാൾട്ടർ സ്കിന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെന്തായാലും നൈസായിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ വാളൊക്കെ ഇല്ലാത്ത പ്ലേയേഴ്സൊക്കെ ആണെങ്കിൽ ഈ ഒരു ലക്കി വീൽ ഇവൻ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കുറച്ച് ലക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്ക് വൗച്ചേഴ്സ് കാണാൻ പറ്റും. 5 വൗച്ചർ കൊടുത്തിട്ടുണ്ട്, ഡയമണ്ട്, പിന്നെ ബണ്ടിൽസ് കാണാൻ പറ്റും, പിന്നെ നമ്മുടെ ഈ ടോക്കൺ ക്രേറ്റ് കൊടുത്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ളത് നമുക്ക് എടുക്കാൻ താല്പര്യമുള്ളത് നമ്മൾ എടുക്കാൻ പോണതും ഈ ഒരു മാസ്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്പിന്നിലേക്ക് കടന്നു നോക്കാം. അപ്പോൾ കിട്ടുമോ ലക്ക് എത്ര കിട്ടും? 55, 90, 80. ഓക്കെ ഗൈസ്, ഓക്കെ 80 ലക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്പിന്നിൽ തന്നെ 80 ലക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു ലക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും 50, 55 എൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല, 60 ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്തേക്കൊന്നും പോയിട്ടില്ല, എന്തായാലും 80 ലക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു മാസ്ക് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എന്തായാലും വേറെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് വേറെ ഒന്നും എടുക്കാൻ താല്പര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും വേണ്ട, നമുക്ക് പിന്നെ ഗ്ലൂ വാൾട്ടർ സ്കിന്നൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ മാസ്ക് തന്നെയാണ് എടുക്കാനുള്ള ഒരു ഊഹം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇവൻറ്റ് വഴി എന്താണ് എടുത്തതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിറക്കി കൺഗ്രാജുലേഷൻ കാണിച്ചിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ മാസ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല അടിപൊളി മാസ്ക് തന്നെയാണ്. നമ്മുടെ ബ്ലാക്ക് ടീഷർട്ടിൻ്റെ ഒപ്പൊക്കെ അല്ലെങ്കിൽ വേറെ വല്ല ഡ്രസ്സിൻ്റെ ഒക്കെ ഒപ്പം നമുക്ക് കോമ്പിനേഷൻ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മാസ്ക് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്താ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞങ്ങൾ എടുത്ത് എത്ര ലക്ക് കിട്ടിയെന്നൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും സെക്കൻഡ് സ്പിന്നിലേക്ക് വന്നിട്ടുണ്ട്, എത്ര ലക്ക് കിട്ടി നോക്കാം. ഇപ്പോൾ 70 ലക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് സ്പിന്നിൽ നമുക്ക് 70 ലക്ക് കിട്ടിയിട്ടുണ്ട്. 9 ലക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് മറ്റേ ഒരു മാൻ്റെ മാസ്കും കൂടി എടുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും 70 ലക്ക് കിട്ടിയതുകൊണ്ട് കുറച്ച് കൂടുതലാണ് ഡയമണ്ട് അത് എടുക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബ്ലൂ വാൾട്ടർ സ്കിന്നൊക്കെ ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എന്തായാലും വലിയ നമ്മൾ റീഫ്രഷ് ആയിട്ട് അടിച്ചപ്പോഴും ഈ ടോക്കൺ ക്രേറ്റ് കിട്ടുകയാണെങ്കിൽ പോലും നമുക്ക് എടുക്കായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും വൗച്ചേഴ്സ് ആണെങ്കിലും എടുക്കായിരുന്നു. ഈ ഒരു ഗ്ലൂ വാൾട്ടർ സ്കിൻ നമുക്ക് വേണ്ട, എന്തായാലും അടിപൊളി ഗ്ലൂ വാൾട്ടർ സ്കിൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ഡയമണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. വേറൊരു ഇവൻറ്റ് വരുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ വെച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു മാസ്ക് കുറച്ച് 9 ഡയമണ്ടിന് കിട്ടുകയാണെങ്കിൽ ഈ ഒരു മാസ്ക് എടുക്കായിരുന്നു. പക്ഷേ 9 ഡയമണ്ടിൽ 70 ലക്കാണ് കിട്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ പോയിട്ട് മാസ്ക് അങ്ങനെ ഉണ്ട് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ മാസ്ക് എവിടെയാണ്? മാസ്ക് ഓക്കെ, മാസ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് തീമിലൊരു ഫേസാണ് കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും കൊള്ളാമോ കൊള്ളില്ലോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഈ മാസ്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ജസ്റ്റ് ആയിരുന്നു കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നല്ല കമൻറ്റൊക്കെ ഇടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴേക്കും ഒരു 10-15 റെഡിയും കൂടി നമ്മൾ കമൻറ്റ് വഴിയിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, 1K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ പുതിയത് ഇടാൻ പോണ വീഡിയോയിൽ. ഓക്കെ, 1K സബ്സ്ക്രൈബേഴ്സ് ഏത് വീഡിയോയിലോടാണ് ആവണത്, അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് 10 റെഡിയും കൂടി കൊടുക്കുന്നതായിരിക്കും, 10-15 റെഡിയും കൂടി കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും അറിഞ്ഞു വെച്ചേക്കാം, അന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഇത് ഒപ്പിടണം, ഏതൊക്കെ ഹെഡ് ഇടണം നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടിരിക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ഹെഡ് തന്നെ ഇടാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ മുടി നൈസ് തന്നെയാണ്. നമുക്കിപ്പോൾ ടോപ്പ് ഏതിടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പ് ഈ നിയോൺ ടോപ്പ് വേണ്ടെന്ന് വെച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സീസൺ 10 പിന്നെ നമ്മുടെ ഈ ടീഷർട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മഞ്ഞ ടീഷർട്ടും കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും റെഡ് ടീഷർട്ട് നോക്കി നോക്കാം. ആ റെഡ് ടീഷർട്ട് എന്തായാലും ഒരു തരക്കേടില്ലാത്തൊരു ആവറേജ് ലുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു ബണ്ടിലിന്. അപ്പോൾ ഈ ഒരു ബണ്ടിലിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് ഇടാനാണ് താല്പര്യം, അപ്പോൾ ഏത് ഡ്രസ്സ് ഇട്ടാലാണ് കുറച്ച് നന്നാവുമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് വളരെ കമ്മിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അത് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ.